ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ഗുഡ് സ്റ്റോറീസ്. അപ്പോൾ 6ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും എന്നുള്ളത് നല്ലൊരു ചാപ്റ്ററാണ്. HSA ഉള്ളവർ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ അകത്തുള്ള കോഡ്സ് ഒക്കെ ഒന്ന് നോക്കിയേക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലോട്ട് പോകാം. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് പഠിക്കാനുള്ളത്, നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്ന് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ ഇന്ത്യയിൽ ഓരോ സ്ഥലങ്ങളിലെയും സംസ്കാരങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ഡിഫറെന്റ് ആണ് അല്ലെ. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കേരളത്തിലെ പോലെ ആയിരിക്കില്ല തമിഴ്നാട്ടിൽ. കേരളത്തിൽ തന്നെ എന്താണ് തിരുവനന്തപുരവും കാസർഗോഡും തമ്മിൽ എന്താണ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇന്ത്യ പല നിറങ്ങളും ഭാഷകളും പാരമ്പര്യങ്ങളുമുള്ള രാജ്യമാണ്. വടക്ക് മഞ്ഞുമൂടിയ ഹിമാലയം മുതൽ തെക്ക് കടലോരങ്ങൾ വരെ ഓരോ പ്രദേശത്തിനും തനതായ സംസ്കാരമുണ്ട് അല്ലെ. ഇനി എന്താണ് പറയുന്നത്, എണ്ണമറ്റ ഉത്സവങ്ങളുടെയും സംഗീതത്തിന്റെയും നാടാണ് നമ്മുടേത്. വ്യത്യസ്തങ്ങളായ നൃത്തരൂപങ്ങൾ ഓരോന്നും നമ്മുടെ ജനങ്ങളുടെ വ്യത്യസ്തമായ കഥകൾ പറയുന്നു. എന്നിരുന്നാലും ഈ വൈവിധ്യങ്ങൾക്കിടയിൽ മഹത് വ്യക്തികളായ ചിന്തകരുടെയും യോദ്ധാക്കളുടെയും ജീവിതകഥകളാൽ സമ്പന്നവും ശക്തവുമായ ഐക്യബോധം നാം പങ്കിടുന്നുണ്ട്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രയുമാണ്. ഇന്ത്യയെ കണ്ടെത്തൽ ആരുടെ കൃതിയാണ്? ഇന്ത്യയെ കണ്ടെത്തൽ 1946 ജവഹർലാൽ നെഹ്റുവിന്റെ കൃതിയാണ് ഇന്ത്യയെ കണ്ടെത്തൽ. ഓക്കെ, അതേപോലെ നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചിരുന്ന ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്നുള്ളത്. അപ്പൊ അതേപോലെ തന്നെ പഠിക്കേണ്ട മറ്റൊരു കൃതിയാണ് ഇന്ത്യയെ കണ്ടെത്തൽ. ആരുടേതാണ്? ജവഹർലാൽ നെഹ്റു ആണ്. PYQ ആണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ ഒരു രാജ്യത്ത് പല കാര്യങ്ങളാലും നമുക്ക് എന്താണ് വ്യത്യാസമുണ്ട് അല്ലെ. ഭാഷയായിക്കോട്ടെ, മതമായിക്കോട്ടെ, നമ്മുടെ ഇപ്പൊ ഡാൻസ് അല്ലെ, കേരളത്തിലെ ഡാൻസ് ഫോം ആയിരിക്കില്ല. നമ്മുടെ ഫുഡ് ഹാബിറ്റ് വരെയും എന്താണ് ഓരോ സ്ഥലങ്ങളിലും എന്താണ് കാലാവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ട്, നമ്മുടെ ഭക്ഷണരീതിക്ക് വ്യത്യാസമുണ്ട്, നമ്മുടെ വസ്ത്രധാരണ രീതിക്ക് വ്യത്യാസമുണ്ട് അല്ലെ. ഈ ഇങ്ങനെയുള്ള പല വ്യത്യാസങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇന്ത്യയുടെ ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനായി 1988 രചിക്കപ്പെട്ട മിലേ സുർ മേര എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ഏതാനും വരികളാണ് തന്നിരിക്കുന്നത്. നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം പ്രതിഫലിപ്പിക്കുന്ന വിവിധ ഭാഷകളിൽ വരികൾ കോർത്തിണക്കി തയ്യാറാക്കിയതാണ് ഈ ഗാനം. വ്യത്യസ്ത നദികൾ ഒരൊറ്റ സമുദ്രത്തിൽ ലയിക്കുന്നത് പോലെ വ്യത്യസ്ത മനുഷ്യരും സംസ്കാരങ്ങളും ആശയങ്ങളും കൂടിച്ചേരുമ്പോൾ മനോഹരമായ ഒരുമയുണ്ടാകുന്നു എന്നതാണ് ഈ ഗാനത്തിന്റെ സന്ദേശം. ഈ ഐക്യം വ്യക്തിതലത്തിൽ മാത്രമല്ല സാമൂഹിക തലത്തിലും പ്രധാനമാണ്. മിലേ സുർമേര, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണേ. മിലേ സുർമേര തുമാരാത്ത് കണ്ട, ഇതാണ് വരികൾ. 1988 ഇനി നോക്കിക്കേ, കേരളപ്പിറവി എന്നാണ് നമുക്കറിയാം. 56 നവംബർ 1 കേരളം ഉണ്ടായത്. കേരളപ്പിറവിയോടനുബന്ധിച്ചുണ്ടാക്കിയ ബ്രോഷറാണ് ഈ തന്നിരിക്കുന്നത്. അവിടെ ഒന്നും നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും തന്നെ പഠിക്കാനില്ല. നമുക്കിനി പഠിക്കാനുള്ളത് ഇവിടെയാണ്. നമ്മുടെ ഭാഷ, വേഷം തുടങ്ങിയവ ചേർന്നതാണ് നമ്മുടെ സംസ്കാരം അല്ലെ. നമ്മുടെ ഭക്ഷണമുണ്ട്, വേഷമുണ്ട്, ഭാഷ അല്ലെ നമ്മുടെ സംസ്കാരം രൂപപ്പെടുന്നത്. നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയും സംസ്കാരത്തിന്റെ ഭാഗമാണ്. സമൂഹത്തിലെ അംഗങ്ങൾ എന്ന നിലയ്ക്ക് നമുക്ക് പരമ്പരാഗതമായി ലഭിക്കുന്നതാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. മനുഷ്യരുടെ എല്ലാ നേട്ടങ്ങളും സംസ്കാരങ്ങളും എന്ന് പറയാം. അതായത് നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ നാട്ടില് നമ്മൾ അനുവർത്തിച്ചു പോരുന്ന ഒരു കുറെ കസ്റ്റംസ് ഉണ്ട് അല്ലെ, കുറെ രീതികൾ, കുറെ സംസ്കാരമുണ്ട്. പക്ഷെ അതൊരു വിദേശ രാജ്യവുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ അത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കാര്യം എന്താ, നമ്മൾ നമ്മുടെ സംസ്കാരമാണ് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത്. അത് മറ്റൊരു സംസ്കാരത്തിലേക്ക് വരുമ്പോഴേക്കും അത് എന്ത് ചെയ്യും, നമുക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആദ്യമൊക്കെ വരുമ്പോഴേക്കും. അത് തന്നെയാണ്. അപ്പൊ സംസ്കാരം എന്ന് പറയുന്നത് നമുക്ക് എന്താ, പരമ്പരാഗതമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. EB ടൈലർ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കേണ്ടതാണ്. EB ടൈലർ 1871 പ്രസിദ്ധീകരിച്ച പ്രിമിറ്റീവ് കൾച്ചർ എന്ന പുസ്തകത്തിലെ ആദ്യ വരികൾ സംസ്കാരത്തെ ഇങ്ങനെ നിർവചിക്കുന്നു. അപ്പൊ എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത്? EB ടൈലർ പ്രിമിറ്റീവ് കൾച്ചർ. ചോദിക്കാം, പ്രിമിറ്റീവ് കൾച്ചർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? EB ടൈലർ ആണ്. കാരണം എന്താണ്, SCRT പറഞ്ഞിട്ടുണ്ടോ അത് കയറി ചോദിക്കും ബുക്ക്. അപ്പൊ എന്താണ്, പ്രിമിറ്റീവ് കൾച്ചർ എന്ന പുസ്തകം ആരുടേതാണ്? EB ടൈലർ 1871 അദ്ദേഹം എന്താണ് സംസ്കാരത്തെ പറ്റി പറഞ്ഞത്? HSC സോഷ്യൽ സയൻസ് ഉള്ളവരും LP UPക്ക് പ്രിപ്പയർ ചെയ്യുന്നവരും ഒക്കെ ഇതൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് കുറിച്ച് തന്നെ പഠിക്കണേ. സമൂഹത്തിലെ ഒരു അംഗം എന്ന നിലയിൽ മനുഷ്യർ ആർജിച്ച വിജ്ഞാനം, വിശ്വാസം, കല, സദാചാരങ്ങൾ, നിയമം, സമ്പ്രദായങ്ങൾ, മറ്റു കഴിവുകൾ, ശീലങ്ങൾ എന്നിവയുടെ സങ്കീർണമായ ആകെ തുകയാണ് സംസ്കാരമെന്ന് അഭിപ്രായപ്പെട്ടതാര്? EB ടൈലർ. ഏത് പുസ്തകത്തിൽ? പ്രിമിറ്റീവ് കൾച്ചർ. ഏത് വർഷം പ്രസിദ്ധീകരിച്ചു? 1871. സംസ്കാരമാണ് മനുഷ്യരെ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഓരോ വ്യക്തിയുടെയും ഓരോ സാംസ്കാരിക പശ്ചാത്തലത്തിലാണ് നമ്മൾ ജനിക്കുന്നത്. സാമൂഹീകരണ പ്രക്രിയയിലൂടെയാണ് ഓരോ വ്യക്തിയും അത് സ്വന്തമാക്കുന്നത് അല്ലെ.
അപ്പൊ സംസ്കാരം എന്താന്ന് പറഞ്ഞു. എന്താണ് സാമൂഹീകരണം അഥവാ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്? നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നാം എങ്ങനെ പെരുമാറണമെന്നും ഇടപെടണമെന്നും പഠിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം എന്ന് പറയുന്നത്. ഇത് ജനനം മുതൽ ആരംഭിച്ച് ജീവിതകാലം മുഴുവൻ തുടരുന്നു. കുടുംബം, വിദ്യാഭ്യാസം, കൂട്ടുകാർ, മാധ്യമങ്ങൾ എന്നിവയെല്ലാം സാമൂഹീകരണ പ്രക്രിയയെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ സമൂഹത്തിനോട് പെരുമാറണം, സോഷ്യലൈസേഷൻ അല്ലെ, നമ്മൾ എങ്ങനെ സമൂഹത്തിൽ നമ്മൾ പെരുമാറണം, ഇതിനെ പറയുന്ന പേരാണ് എന്ത്, സാമൂഹീകരണം എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്താണ്, ജനിച്ച കാലം മുതൽ അല്ലെ നമ്മൾ നമ്മുടേതായ ഒരു കൾച്ചർ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താണ്, നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങൾ മുന്നോട്ട് പോകുന്നത്, നമ്മുടെ വിദ്യാഭ്യാസ രീതി എങ്ങനെയാണ് അല്ലെ, നമ്മുടെ മാരേജ് സിസ്റ്റം, അങ്ങനെ എല്ലാത്തിനും വ്യത്യാസമുണ്ട് അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ ഇന്നത്തെ കാലത്തൊക്കെ എന്താണ് ലിവിങ് ടുഗദർ ഒക്കെ നമുക്ക് എന്താണ് ഇപ്പൊ ഇത്രയും കൂടി ആൾക്കാരൊക്കെ എന്താണ് അംഗീകരിച്ച് വരുന്നുണ്ട്. പക്ഷെ പണ്ട് കാലങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ശരിക്കും അതൊരു യൂറോപ്യൻ കൺട്രീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോട്ടെ, ലിവിങ് ടുഗദർ വേണ്ട, യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഏകദേശം ഒരു 18 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പിള്ളേരൊക്കെ എന്താ വീട് വിട്ടങ്ങ് പോകും. അവർ സ്വന്തമായിട്ട് ജോലി ചെയ്യും, അവർ സ്വന്തമായിട്ട് അവർക്ക് പഠിക്കാനുള്ള എമൗണ്ട് ഒക്കെ അവർ തന്നെ ജോലി ചെയ്ത് പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്ത് കണ്ടെത്തും. നമ്മുടെ ഇവിടങ്ങളിലാണെങ്കിലോ അല്ലെ എന്താ ചെയ്യുന്നത്, അച്ഛനമ്മമാർ തന്നെ എന്താണ് മക്കളെ കല്യാണം കഴിഞ്ഞാലും ചിലപ്പോൾ അവർ തന്നെയായിരിക്കും പോറ്റുന്നത്, അല്ലെങ്കിൽ എന്താണ് അവരെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കും. മറ്റേത് അങ്ങനെയല്ല, അവരായിട്ട് കൊണ്ടുപിടിക്കും അല്ലെ. യൂറോപ്യൻ കൺട്രീസിൽ അവരെന്ത് ചെയ്യും, അവരെ ഒരു 18 വയസ്സാകുമ്പോൾ പുറത്തേക്ക് പോകും, അവർ പഠിക്കും, അവർ അതിൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യും, അവരുടെ ജീവിത പങ്കാളി അവർ തന്നെ കണ്ടെത്തും. നമ്മുടെ ഇവിടങ്ങളിലും അവിടുത്തെ ആയിട്ടുള്ള ആ ഒരു കസ്റ്റം എന്ന് പറയുന്ന രീതികൾ എന്ന് പറയുന്നത് വ്യത്യാസമാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ജനനം മുതൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ തുടരുന്ന ഒരു പ്രക്രിയയെ പറയുന്ന പേരാണ് സാമൂഹീകരണം അഥവാ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഈ പറയുന്ന കൾച്ചർ, നമ്മുടെ ഈ പറയുന്ന സംസ്കാരം 2 ടൈപ്പിലാണുള്ളത്. ഒന്ന് പറയുന്നത് ഭൗതിക സംസ്കാരം എന്നും മറ്റിതെന്താണ്, ഭൗതികേതര സംസ്കാരം, നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയും. മെറ്റീരിയൽ കൾച്ചറുമുണ്ട്, നോൺ മെറ്റീരിയലുമുണ്ട്. എന്താന്ന് നോക്കിക്കേ, സംസ്കാരം മനുഷ്യനിർമ്മിതമാണെന്നാണ് കരുതുന്നത് അല്ലെ. സംസ്കാരത്തിൽ ഭൗതികവും ഭൗതികേതരവുമായ ഘടകങ്ങളുണ്ട്. പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നതും രൂപമുള്ളതും ഭക്ഷണം, വസ്ത്രം, വീട്ടുപകരണങ്ങൾ മുതലായവയെല്ലാം എന്താണ്, ഭൗതിക സംസ്കാരമാണ്. എന്നാൽ പ്രകടമായി കാണാനാവാത്തതോ രൂപമില്ലാത്തതോ ആയ വിശ്വാസങ്ങൾ, ചിന്തകൾ, ഇതൊക്കെ എന്താണ്, ഭൗതിക ഇതര സംസ്കാര ഘടനകളാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, കണ്ട, മലയാളം, ഷർട്ട്, പുസ്തകം, മതവിശ്വാസം, പാത്രങ്ങൾ, കുറെ എക്സാമ്പിൾസ് അവർ തന്നിട്ടുണ്ട്. അതിനെ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ഭൗതികമാണോ അതോ ഭൗതികേതരമാണോ എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം, നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ വ്യക്തമായൊരു രൂപമുള്ളത്, ഇതൊക്കെ എന്താണ്, ഭൗതിക സംസ്കാരത്തിൽ വരും. ഭൗതികേതരമാകുമ്പോൾ എന്തായിരിക്കും എന്ന് പറയുന്നത്, നമുക്കൊന്ന് കാണാൻ പറ്റാത്തതാണ്. നമ്മളെ വിശ്വാസങ്ങള്, ചിന്തകള്, ആശയങ്ങളൊക്കെ എന്താണ്, ഭൗതികേതരം അഥവാ നോൺ മെറ്റീരിയൽ ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഈ പറയുന്നതേ ഭക്ഷണം. അപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഭക്ഷണവും തമിഴ്നാട്ടിലെ ഭക്ഷണവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് അല്ലെ. നമ്മുടെ ഫുഡ് ഹാബിറ്റും അതേപോലെ തന്നെ എന്ത് പറയാ, ഈ പാത്രങ്ങള്, നമ്മൾ നാട്ടിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് പാത്രങ്ങൾ പോലും ആയിരിക്കില്ല ഈ പറയുന്ന മറ്റു സംസ്ഥാനങ്ങളിലേക്ക്, ഇന്ത്യയിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവർ ഉപയോഗിക്കുന്ന പാത്രങ്ങളും, ചില സ്ഥലങ്ങളിലേക്ക് കണങ്ങിന് വലിയ താളി പാത്രങ്ങളും, അതിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു അവർ ഓരോ പാത്രങ്ങളിൽ വരെ എന്തുണ്ട്, അവരുടെ ഒരു സംസ്കാര രീതിയിൽ വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ സംസ്കാരത്തിൽ, നമുക്ക് എന്തൊക്കെ ഭാഗങ്ങളാണ് വരുന്നത്, ആഘോഷങ്ങൾ വ്യത്യാസമാണ്, ഭാഷ വ്യത്യാസമാണ്, പാരമ്പര്യം, കല, ആചാരം, പെരുമാറ്റം, പ്രതീകം, ഭക്ഷണം, വേഷം, വിശ്വാസം, ഇതെല്ലാം എന്താണ്, ഈ സംസ്കാരത്തിന്റെ ഓരോ ഘടകങ്ങളാണ്. ലോകത്താകമാനം വൈവിധ്യമാർന്ന സമൂഹങ്ങളും സംസ്കാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ സംസ്കാരവും വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ്. അനേകം മത, ജാതി, ഗോത്ര വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മൾ പറഞ്ഞു അല്ലെ. നമ്മുടെ കറൻസി നോട്ടിൽ എത്ര ഭാഷകൾ ഉണ്ടെന്ന് കണ്ടെത്താൻ, എത്ര ഭാഷകളാണ് നമ്മുടെ കറൻസി നോട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? 17 ഭാഷകളാണ് നമ്മുടെ കറൻസി നോട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എത്രയാണ്? 17. നമ്മുടെ ഭരണഘടനയിൽ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 22 ഭാഷകളാണ് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് നോക്കാം, ലോകത്തെല്ലായിടത്തും നിലനിൽക്കുന്ന സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ്. ഇത്തരത്തിൽ സംസ്കാരത്തിന്റെ വിവിധ സവിശേഷതകളുണ്ട്. അവ എന്തൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. ഇത് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സംസ്കാരം പഠിച്ചെടുക്കുന്നതാണ്. എന്താണ്? കൾച്ചർ ഈസ് ലേൺഡ് അല്ലെ. നമ്മൾ എന്താണ് കേരളത്തിലെ
അല്ലെ, നമ്മുടെ മുതിർന്നവർ എന്ത് ചെയ്യുന്നു അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്ത് വരുന്നത്. സംസ്കാരം ജന്മസിദ്ധമായി ലഭിക്കുന്ന ഒന്നല്ല. കുടുംബം, വിദ്യാലയം, കൂട്ടുകാർ, സമൂഹം എന്നിവയുമായുള്ള ഇടപെടലുകളിലൂടെ നടക്കുന്ന സാമൂഹീകരണ പ്രക്രിയ വഴി നാം ആർജിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത്. മുതിർന്നവരെ ബഹുമാനിക്കുന്ന എങ്ങനെയെന്ന് നാം കുടുംബത്തിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്, അല്ലെ. സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് കുടുംബം, വിദ്യാലയം, കൂട്ടുകാർ, സമൂഹം എന്നിവിടങ്ങളിൽ നിന്ന് പഠിക്കുന്നു. സമൂഹത്തെയും വ്യക്തികളെയും രൂപപ്പെടുത്തുന്നതിൽ സംസ്കാരം പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു വ്യക്തി സ്വന്തം സംസ്കാരത്തെ പറ്റി പഠിക്കുകയും അത് ശീലിക്കുകയും ചെയ്യുന്നതിനെയാണ് സംസ്കാരം ആർജിക്കൽ അഥവാ എൻകൾച്ചറേഷൻ എന്ന് പറയുന്നത്, അല്ലെ. അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണ്, നമ്മൾ എന്താണ് സംസ്കാര രീതിയാണ്. ദേശീയ ഗാനം പാടുമ്പോൾ നമ്മൾ എല്ലാവരും എണീറ്റിരിക്കും, അല്ലെ. അതെന്താണ് നമുക്കറിയാം, അത് നമ്മുടെ സംസ്കാരമാണ്. നമ്മുടെ മുന്നിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ജനറേഷന് മുന്നിലുള്ള ആൾക്കാർ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നതാണ്. നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ബഹുമാനിക്കണം, അല്ലെ. ഇപ്പം നമ്മൾ നോർമലി ചെയ്യും, നമ്മുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട അത്രയും മുതിർന്നവർ നമുക്ക് മുന്നിലേക്ക് വരുമ്പോഴേക്കും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, ബഹുമാനം കൊണ്ട് നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കൾച്ചറാണ്, അല്ലെ. ഇതിപ്പോ ചിലപ്പോൾ പുറം രാജ്യങ്ങളിൽ അങ്ങനെയൊന്നും ആയിരിക്കില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്താണ്, ഇപ്പൊ പ്രത്യേകിച്ച് കേരളത്തിലേക്കാണ്, ഒരു ക്ലാസ്സിലോ ടീച്ചർ കയറി വരുവാണെങ്കിൽ ആദ്യം തന്നെ അവർ എന്ത് ചെയ്യും, പെട്ടെന്ന് എണീറ്റിരിക്കും. അല്ലെങ്കിൽ എന്താണ്, ഒരു ടീച്ചർ എവിടെയാണെങ്കിലും, അത് ക്ലാസ് തന്നെ ആവണമെന്നില്ല, അല്ലെ. നമ്മൾ എവിടെയാണെങ്കിലും നമ്മളെ പഠിപ്പിച്ച അധ്യാപകരെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവരെ ബഹുമാനിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻകൾച്ചർ ചെയ്യുന്നതാണ്, നമ്മൾ ആർജിച്ചെടുക്കുന്ന സംസ്കാരമാണ്. അല്ലാണ്ട് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ തലയിൽ ഇതൊക്കെ ഫീഡ് ചെയ്ത് തരുമല്ല. ഇപ്പൊ നമ്മുടെ ജനിക്കുന്നത്, നമ്മുടെ ഇപ്പൊ ഒരു മലയാളി കുട്ടി തന്നെയാണെങ്കിലും അവൻ ജനിച്ച സ്ഥലവും അവന്റെ പാരന്റ്സ് ഒക്കെ താമസിക്കുന്ന ഒരു വിദേശ രാജ്യത്താണെങ്കിൽ ചിലപ്പോൾ അവൻ നമ്മുടെ നാട്ടിൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവിടെ വരുമ്പോഴെന്താണ്, അവൻ ചിലപ്പോൾ ആ ഒരു കൾച്ചർ കാണിക്കണമെന്നില്ല. കാര്യം എന്താണ്, സംസ്കാരം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ളവർ എന്ത് ചെയ്യുന്നു അതിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, സംസ്കാരം പങ്കുവെക്കുന്നതാണ്. കൾച്ചർ ഈസ് എന്താണ്, ഷെയർഡ്. എന്താന്ന് നോക്കിക്കേ, ഓണസദ്യ എന്നത് കേവലം ഭക്ഷണം മാത്രമല്ല, സമൂഹത്തിലെ നാനാ തുറകളിലുള്ളവർ ഒത്തുചേരുന്ന ഒരു അനുഭവം കൂടിയാണ്, അല്ലെ. നിലത്തിരുന്ന് വാഴയിലയിൽ വിളമ്പിയ ഭക്ഷണം കഴിക്കുന്നത് പോലുള്ള പൊതു പാരമ്പര്യങ്ങൾ ഓണത്തിന്റെ ഭാഗമാണ്. അത് ഐക്യബോധവും സാമൂഹിക പങ്കാളിത്തവും വളർത്തുന്നു. ഭക്ഷണത്തിലൂടെയും ആഘോഷ ചടങ്ങുകളിലൂടെയും സംസ്കാരം കൂട്ടായി സ്വീകരിക്കുകയും കൈമാറുകയും ചെയ്യുന്നു. ഇപ്രകാരം സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ സംസ്കാരം പരസ്പരം പങ്കുവയ്ക്കുന്നു, ഷെയർ ചെയ്യുന്നു, അല്ലെ. ജസ്റ്റ് ഓണം കഴിഞ്ഞേ ഉള്ളൂ. ഓണത്തിൻ്റെ അന്ന് അപ്പം എൻ്റെയൊക്കെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മീൻസ് എൻ്റെ സ്വന്തം വീട്ടിൽ ഞങ്ങളുടെ എല്ലാവരുടെയും 3 ചേട്ടനിയന്മാർ എല്ലാവരും കൂടിയാണ് ഒരൊറ്റ തറവാട്ടിലായിരിക്കും ഞങ്ങൾ ഓണാഘോഷിക്കുന്നത്. വളരെ രസമാണത്. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് നിലത്തിരുന്ന ഭക്ഷണം കഴിക്കും. അച്ഛന്മാർ ഓരോ ഫാമിലി ആയിട്ട് തിരിഞ്ഞ് തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അതിനുശേഷം അവിടെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യും. അതേപോലെ നമ്മുടെ അപ്പുറത്തെ പറമ്പിൽ എന്താകും, ഓണപരിപാടികൾ. ആ നാട്ടിലെ എല്ലാവരൊക്കെ ആയിട്ട് ഓണപരിപാടി. ഇപ്പോഴൊന്നും ഓണപരിപാടികളൊക്കെ അപൂർവമാണ്. പക്ഷെ എങ്കിലും എന്താണ്, ഇപ്പം നമുക്ക് റീൽസിലൊക്കെ ഒത്തിരി കാണാമല്ലോ ഓണപരിപാടികൾ എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ ഒരു നാട് മൊത്തം ഉണ്ടാകും അവിടെ. ആ ഒരു ഓണത്തിൻ്റെ അന്ന് വൈകുന്നേരം അല്ലെങ്കിൽ തലേദിവസമൊക്കെ ആയിട്ട് ആ ഒരു നാട് മുഴുവനായിട്ടാണ് അവർ ആ ഓണം ആഘോഷിക്കുന്നത്. അതൊക്കെ എന്താണ്, അവർ നമ്മുടെ സംസ്കാരങ്ങൾ എന്ത് ചെയ്യുകയാണ്, പരസ്പരം അവിടെ ഷെയർ ചെയ്യണം. അല്ലെങ്കിൽ അവിടെ ഹിന്ദുക്കൾ മാത്രമെന്നോ ക്രിസ്ത്യൻസ് മാത്രമെന്നോ മുസ്ലിങ്ങൾ മാത്രമൊന്നും ആയിരിക്കില്ല. എല്ലാവരും കൂടി ആ നാട്ടുകാർ മൊത്തത്തിൽ എന്താണ് അവിടെ ആ ഒരു ഷെയറിങ് മെന്റാലിറ്റിയോടെ ആയിരിക്കും അവർ നിൽക്കുന്നത്. ഇനി എന്താ പറയുന്നത്, സംസ്കാരം എന്ന് പറയുന്നത് പ്രതീകാത്മകമാണ്, അല്ലെ. കൾച്ചർ ഈസ് സിംബോളിക്. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ, ദേശീയ ഗാനം, ദേശീയ പതാക, എന്തൊക്കെയാണ് നമ്മളെ അല്ലെ, അതിനെയൊക്കെ നമ്മളെ പ്രതിനിധീകരിക്കുന്നതാണ്. ഇന്ത്യൻ ദേശീയതയുടെയും സംസ്കാരത്തിന്റെയും ചില പ്രതീകങ്ങളാണ് നമ്മുടെ ദേശീയ ചിഹ്നം, ദേശീയ പതാക, അതേപോലെ മയില്, നമുക്കറിയാം ദേശീയ പക്ഷിയാണ്. ദേശീയ ഗാനം, ദേശീയ പതാക, ദേശഭക്തി ഗാനം എന്നിവ നമ്മളിൽ ഉണ്ടാക്കുന്ന വികാരം ദേശീയതയാണ്, അല്ലെ. ദേശീയത ദേശസ്നേഹത്തെയും ദേശീയ ഐക്യത്തെയും പ്രതിനിധീകരിക്കുന്നു. ഇതുപോലെ ഭാഷ, ആംഗ്യങ്ങൾ, വസ്തുക്കൾ, അതേപോലെ തുടങ്ങിയ ചിഹ്നങ്ങൾ എന്താണ്, പ്രതീകങ്ങൾ സംസ്കാരത്തെ സൂചിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നു. ഈ പ്രതീകങ്ങൾ സംസ്കാരത്തെയും മൂല്യങ്ങളെയും പരിപോഷിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്, അല്ലെ. നമുക്കറിയാം, നമ്മൾ ഈ പറയുന്ന ദേശീയ പതാക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നിലത്തിട്ട് ചവിട്ടാനൊന്നും പാടില്ല. ഏറ്റവും കൂടുതലായിട്ട് ഓഗസ്റ്റ് 15 ആകുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും ഈ കുഞ്ഞുങ്ങളുടെ കയ്യിൽ വരെ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളിത്. അതേപോലെ നമ്മുടെ ദേശീയ പക്ഷിയാണ് മയിൽ, അല്ലെ. നമുക്ക് അതിനെ കൊല്ലാനൊന്നും നമുക്ക് പാടില്ല. നമ്മുടെ നാട്ടിൽ അതിനെ കൊല്ലണതൊക്കെ ക്രിമിനൽ കുറ്റമാണ്, അല്ലെ. അപ്പൊ അതേപോലെ തന്നെയാണ് ഈ പറയുന്നത്, നമ്മൾ അതിനെയൊക്കെ എന്ത് ചെയ്യണം, ആദരിക്കേണ്ട ആവശ്യമുണ്ട്. ഇനി എന്താ പറയുന്നത്, സംസ്കാരം ചലനാത്മകമാണ്. എന്താണ് ചലനാത്മകം അല്ലെങ്കിൽ ഡൈനാമിക് എന്ന് ഉദ്ദേശിക്കുന്നത് നോക്കിക്കേ, ഉണ്ടോ. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിങ്ങനെ എല്ലാവരും പങ്കെടുക്കുന്ന വിവാഹം ഒരു സാമൂഹിക കൂടിച്ചേരലാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ വികാസത്തോടെ വിവാഹം പോലുള്ള ചടങ്ങുകളിലേക്ക് വളരെയധികം മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇന്ന് നോക്കിക്കേ, വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആർഭാടങ്ങൾ ധാരാളം പുതിയ തൊഴിൽ മേഖലകൾ വികസിച്ചു വരികയും ഒട്ടേറെ പേർക്ക് തൊഴിൽ ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട്.
വിവാഹം പോലുള്ള ചടങ്ങുകൾ ആർഭാടമായി നടത്തുന്നതിന് പകരം വളരെ ലളിതമായി നടത്തുകയും ചെയ്യാറുണ്ട്. ലളിതമായ ചടങ്ങുകളിൽ നിന്നും അതിസങ്കീർണവും ചെലവേറിയതുമായ ആഘോഷങ്ങളിലേക്ക് വിവാഹങ്ങൾ മാറിയിരിക്കുന്നു. എന്നിരുന്നാലും വിവാഹത്തിന്റെ ആചാരങ്ങൾ മാറ്റങ്ങളോടുകൂടി പിന്തുടരുന്നതാണ്. ഇങ്ങനെ സംസ്കാരം ഒരേ സമയം പാരമ്പര്യത്തെയും ആധുനികതയും ഉൾക്കൊണ്ട് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാംസ്കാരികം ചലനാത്മകമാണ്, ഡൈനാമിക് ആണെന്ന് പറയുന്നത്, അല്ലെ? ഇപ്പൊ നമ്മൾ എത്രയൊക്കെ അതിനെ ആധുനികീകരിച്ചാലും എന്താണ് ഇവന്റ് മാനേജ്മെന്റ് വന്നും ചെയ്യുന്നു. ഒരു ഹിന്ദുക്കളുടെ കല്യാണമാണ് എങ്കിൽ എന്തായിരിക്കും അവിടുത്തെ ആ ഒരു രീതികളും, അല്ലെ, ആ ഒരു താലികെട്ടിന്റെ രീതിയും ഒക്കെ ഒരു മാറ്റം ഉണ്ടാവില്ല. അതേപോലെ മുസ്ലിംസിന്റെ കല്യാണമാണെങ്കിൽ എന്താണ് ബാക്കപ്പിൽ എന്തൊക്കെ നമ്മൾ അതിനെ അൾട്രാ മോഡേൺ ആക്കി എന്ന് പറഞ്ഞാലും ആ പള്ളിയിലച്ചൻ വന്ന് ചെയ്യുന്നതും ആ താലി കെട്ടുന്നതും അവരുടെ കുർബാനയും ഒക്കെ എന്താണ് അത് കാലാകാലങ്ങളായിട്ട് പിന്തുടരുന്നതാണ്. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോഴത്തെ നമ്മുടെ ആധുനികമായ കാര്യങ്ങളും കൂടി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെ, മിക്സ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മുസ്ലിങ്ങളുടെ കല്യാണവും അതും എന്താണ് ഈ പറയുന്ന ആ ഒരു സ്റ്റേജിൽ ആ പെൺകുട്ടിയുടെ അച്ഛൻ എന്ത് ചെയ്യുന്നുണ്ട്? അവർ തമ്മിലാണ് അല്ലെ മഹർ, അത് എന്തോ ഒരു സിസ്റ്റം ഇല്ലേ, അവരവിടെ കല്യാണം നടത്തുന്നതും പിന്നീട് കൊണ്ട് മഹർ കൊണ്ട് കൊടുക്കുന്നതും ഒക്കെ എന്താണ്. അപ്പൊ എങ്ങനെയൊക്കെ നമ്മള് മോഡേൺ ആധുനികതയെ കൊണ്ടുവന്നാലും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പാരമ്പര്യത്തെയും എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കൂട്ടത്തിൽ മുറുകെ പിടിക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് ഈ പറയുന്ന പുതിയ മോഡേൺ ആയിട്ടുള്ള രീതികളും ഒക്കെ എന്ത് ചെയ്യുന്നത്? അവർ മിക്സ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? അതൊരു ചലനാത്മകമാണെന്ന് പറയുന്നതാണ്. ഇനി എന്താണ്? സംസ്കാരം സാമ്പ്രദായികമാണ്, കസ്റ്റമറിയാണ്. നോക്കിക്കേ, ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക് ഉണ്ട്. വടക്കൻ കേരളത്തിലെ ഒരു അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം എന്ന് പറയുന്നത്. വൈവിധ്യപൂർണമായ ചടങ്ങുകളാണ് തെയ്യത്തിനുള്ളത്. തെയ്യത്തിനുള്ള തീയതി നിശ്ചയിച്ച് തെയ്യം കെട്ടുന്ന ആളെ കോലം കെട്ടാൻ ഏൽപ്പിക്കുന്ന ആദ്യത്തെ ചടങ്ങാണ് അടയാളം കൊടുക്കൽ. ഒന്ന് പഠിച്ചു വെക്കണേ. തെയ്യത്തിന്റെ ആദ്യത്തെ ചടങ്ങ് അടയാളം കൊടുക്കൽ. ഇവിടെ എന്തുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാം? കലാ, സാംസ്കാരികം, സാഹിത്യം എന്നൊരു ടോപ്പിക്ക് നമുക്ക് 5 മാർക്കിന് ചോദിക്കാറുണ്ട്. അതിൽ കയറി ചോദിക്കാം. അടയാളം കൊടുക്കൽ ഏതിന്റെ ഇതാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ തെയ്യത്തിന്റെ ആദ്യത്തെ ചടങ്ങ് ഏതെന്ന് ചോദിക്കാം. എന്താണ്? അടയാളം കൊടുക്കൽ. തെയ്യം കെട്ടുന്നയാൾ 1 മുതൽ 7 ദിവസം വരെ വ്രതമെടുക്കണം. വർഷത്തിൽ ഒരിക്കലാണ് കാവുകളിലും മറ്റും തെയ്യം കെട്ടിയാടുന്നത്. ആധുനിക കാലത്ത് നിലനിൽക്കുന്ന തെയ്യം അനുഷ്ഠാനങ്ങളുടെ തുടർച്ചയും സാംസ്കാരിക പൊലിമയും വിളിച്ചു പോകുന്ന ഗ്രാമക്കാഴ്ചകളാണ്. നോക്കിക്കേ, തെയ്യം പോലുള്ള നിരവധി അനുഷ്ഠാന കലകൾ കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ നിരവധി സമ്പ്രദായ രീതികൾ നിലനിൽക്കുന്നുണ്ട്. ഇതെന്താണ്? നമ്മൾ പൂർവികരിൽ നിന്ന് പുതുതലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്നതാണ്, അല്ലെ? ഇപ്പോഴത്തെ ജനറേഷനിലും ഈ പറയുന്ന തെയ്യം ആടുന്നതും അതേപോലെ മുത്തപ്പൻ കോലം കെട്ടുന്നതും ഒക്കെ എന്താണ് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അതെന്ത് ചെയ്യുന്നുണ്ട്? ആ കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്ത് നമ്മൾ കൊണ്ടുപോരുന്നുണ്ട്, അല്ലെ? ഇവിടെ നോക്കിക്കേ, അപ്പൊ സംസ്കാരം നമ്മൾ എന്തൊക്കെയാ പറഞ്ഞ? സാമ്പ്രദായികമാണ്, പഠിച്ചെടുക്കാവുന്നതാണ്, ചലനാത്മകമാണ്, പങ്കുവെക്കുന്നതാണ്, പ്രതീകാത്മകമാണ്, അല്ലെ? ഇപ്പൊ ഈ ഓണസദ്യ കഴിക്കുന്നത് എന്താണ്? അത് പങ്കുവെക്കുന്നതാണ്. പിന്നെ അതേപോലെ പ്രതീകാത്മകം, നമ്മൾ അത്തപ്പൂക്കളം അതെന്ന് പറയുന്നത് ഓണത്തിന്റെ ഒരു പ്രതീകമാണ്, അല്ലെ? ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? അതെന്ന് പറയുന്നത് ചലനാത്മകമാണ്, ഡൈനാമിക് ആണ്, അല്ലെ? ഇപ്പൊ പുതിയൊരു സിസ്റ്റമായിട്ട് വരുന്നതാണ്. ഇനി എല്ലാ വിഭാഗങ്ങളും, പിന്നെ പടയണി ചടങ്ങുകൾ എന്നൊക്കെ പറഞ്ഞ എന്താണ്? അതൊക്കെ സാമ്പ്രദായികമാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം, സാംസ്കാരിക മാറ്റങ്ങൾ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. സംസ്കാരം ചലനാത്മകമാണ്, അല്ലെ? നമ്മളിപ്പോ പറഞ്ഞു സംസ്കാരത്തിന്റെ ഘടകങ്ങൾ ഓരോ സമൂഹത്തിലെയും ഓരോ സമയത്തും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. നമ്മുടെ ഭക്ഷണരീതിയും വസ്ത്രധാരണത്തിലും കുടുംബ ബന്ധങ്ങളിലും വിദ്യാഭ്യാസത്തിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ഭൗതികേതര സംസ്കാര ഘടകങ്ങളിൽ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന പരിവർത്തനത്തെയാണ് നമ്മൾ സാംസ്കാരിക മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്കറിയാം ഭക്ഷണ സാധനങ്ങളിൽ തൊട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, കണ്ടോ? അവിടെ പറയാണ് സാംസ്കാരിക വ്യാപനം, കൾച്ചറൽ ഡിഫ്യൂഷൻ എന്താന്ന് പറയുവാണേ. ഊണ്, പുട്ട്, ചപ്പാത്തിയൊക്കെ തന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ തന്നെ എന്താണ്? നാൻ ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പൂരി മസാല, ഇതൊക്കെ മറ്റ് സംസ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഫുഡ് ഐറ്റംസാണ്. നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞത് ഇത്രയൊക്കെ വരുള്ളൂ. ഇത് മറ്റൊരു സംസ്ഥാനം അല്ലെങ്കിൽ എന്താണ് മറ്റൊരു സംസ്കാരമാണ് ഈ നാനും ചിക്കൻ കറിയൊക്കെ. പക്ഷെ അതെന്താണ്? നമ്മുടെ നാട്ടിലേക്ക് ഇപ്പൊ അതൊക്കെ ഭയങ്കര, അല്ലെ? ഇപ്പൊ എന്താണ് അൽഫാമും മന്തിയൊക്കെ കഴിക്കാത്തവർ അപൂർവമാണ്. കാര്യം അത് വ്യാപിച്ച് വരുവാണ്. മറ്റൊരു രാജ്യത്തെ എവിടെയോ അറേബ്യൻ ഫുഡാണ് ഈ പറയുന്ന അൽഫാമും മന്തിയൊക്കെ. അത് നമ്മുടെ നാട്ടിലേക്ക് വന്നു എന്ന് പറയുന്നത് എന്താണ്? അതൊരു കൾച്ചറൽ ഡിഫ്യൂഷൻ ആണ്, സാംസ്കാരിക വ്യാപനമാണ്. കണ്ടാ, ഒരു സംസ്കാരത്തിന്റെ തനത് സവിശേഷതകൾ മറ്റൊരു സംസ്കാരത്തിലേക്ക് കലരുന്നതിനെയാണ് നമ്മൾ സാംസ്കാരിക വ്യാപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യത്യസ്ത സംസ്കാരങ്ങൾ തമ്മിൽ ഇടപഴകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റു സംസ്കാരങ്ങളിലേക്കും തിരിച്ചും ഈ വ്യാപനം സംഭവിക്കാം. കേരളത്തിലെ അതിഥി തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അവരുടെ ഇഷ്ട ഭക്ഷണ വിഭവങ്ങളായി പറയുന്ന പാനിപൂരി, പനീർ ടിക്ക, ദാല്, മഖനി
പോലുള്ളവയെല്ലാം എന്താണ് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ലഭിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെയാണ് നമ്മുടെ ആൾക്കാർ കൂടുതലും എന്തായിരുന്നു, വിദേശീയരായിട്ട് പോകുന്ന എങ്ങോട്ടേക്കായിരുന്നു, അല്ലെ, അറേബ്യൻ കൺട്രീസിലോട്ടായിരുന്നു അല്ലെ പോകുന്നത്. അങ്ങനെയാണ് അവരുടെ ഫുഡായി ഈ പറയുന്ന അൽഫാം, മന്തി, അറേബ്യൻ അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മുടെ നാട്ടിലേക്ക് വരാനുള്ള റീസൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് അതിഥി തൊഴിലാളികളാണ്. അവര് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു, അവരുടെ ഭക്ഷണങ്ങൾ അവർക്ക് വേണം. അപ്പൊ എന്താണ്, പാനിപൂരി വരാൻ തുടങ്ങി, പനീർ, അതേപോലെ ദാല്, ഈ പരിപ്പ് കറിയൊക്കെ ഇല്ല, അതൊക്കെ ശരിക്കും അവരുടെ ഫുഡ് ഐറ്റംസ് ആണ്. അതൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ലഭിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് എല്ലാം ഈ സംസ്കാര വ്യാപനത്തിന്റെയാണ്. മറ്റൊരു നാട്ടിലെ ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വന്നു. ഏറ്റവും കൂടുതൽ ശരിക്കും ഇവിടെ എറണാകുളം ജില്ലയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ, എറണാകുളം ജില്ലയിൽ ഏറ്റവും നമുക്കത് മനസ്സിലായത് ശരിക്കും ഓണത്തിന്റെ അന്ന് വൈകിട്ടായിരുന്നു. ഓണത്തിന്റെ തലേ ദിവസമൊക്കെ സാധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണേ എന്താ, ഉത്രാടപ്പാച്ചില് ഭയങ്കര തിരക്കായിരിക്കും. അല്ലാത്തപ്പോൾ തന്നെ എറണാകുളം സിറ്റി എന്ന് പറയുന്നത് ഒരു എല്ലാ ദിവസങ്ങളും ഒരു വൈകുന്നേരം ഒരു 10:30 ഒക്കെ ആകുമ്പോഴേക്കും ഭയങ്കര തിരക്കായിരിക്കും എറണാകുളം. ഒരു വൈകിട്ട് ഒരു 5 to ഒരു 10:30 11 മണി എന്ന് പറഞ്ഞാൽ എറണാകുളം ഭയങ്കര ബിസി ആയിരിക്കും. പക്ഷെ ഉത്രാടത്തിൽ നിന്നൊക്കെ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴേക്കും സിറ്റിയൊക്കെ എന്താ ഭയങ്കര വിജനമായിട്ട് കിടക്കുന്നു. ഓണത്തിൻ്റെ നിന്നൊക്കെ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. കാരണം എന്താ, ഈ നമ്മുടെ എറണാകുളം പോലത്തെ ഒരു സിറ്റിയിലേക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് പല നാടുകളിൽ നിന്നുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഈ സമയം വെക്കേഷൻ ആവുന്നത് എല്ലാവരും അവരവരുടെ നാട്ടിലേക്ക് പോയി. അപ്പൊ ഇതൊക്കെ എന്ന് പറയും ഇപ്പൊ എന്താണ്, സംസ്കാര വ്യാപനത്തിന്റെ സൂചനകളാണ്. അപ്പൊ എന്താ, ഈ അതിഥി തൊഴിലാളികളൊക്കെ നമ്മുടെ നാട്ടിൽ വന്നു, അവരവരുടെ സംസ്കാരം നമ്മുടെ നാട്ടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പതിയെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ തന്നെയാണ് ഈ പറയുന്നത് എന്താണ്, സംസ്കാര വ്യാപനം അഥവാ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി പറയുന്നതാണ് അന്യ സംസ്കാരം ആർജിക്കൽ. എന്താണെന്ന് നോക്കിക്കേ, അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. ഋതി സ്വന്തം നാട്ടിലെ തീജ് ആഘോഷിച്ചതിന് ശേഷം നമ്മോടൊപ്പം ഓണം ആഘോഷിച്ചു. അതൊക്കെ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് സംസ്കാരം പഠിച്ചെടുക്കുന്നതിനോടൊപ്പം മറ്റൊരു സ്ഥലത്തെ സംസ്കാരം കൂടി എന്താണ്, പഠിച്ചെടുക്കുകയാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യും, സ്വന്തം സംസ്കാരവും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, മറ്റൊരു സംസ്കാരവും. ഇങ്ങനെ മറ്റൊരു സംസ്കാരം പഠിച്ചെടുക്കുന്നതിനെയാണ് അന്യ സംസ്കാരം ആർജിക്കൽ അഥവാ അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. മറ്റൊരു സംസ്കാരത്തിന്റെ സ്വാധീനത്താൽ സ്വന്തം സംസ്കാരത്തിന്റെ ഭാഗികമായ മാറ്റങ്ങളും ഉണ്ടാകാറുണ്ട്. അതേസമയം സ്വന്തം സംസ്കാരത്തിന്റെ പല ഘടകങ്ങളും നിലനിർത്തുകയും ചെയ്യും. അല്ലെ, ഇപ്പൊ വിദേശികളൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഓണമൊക്കെ ആഘോഷിക്കും. അല്ലെ, നമ്മുടെ ഈ ബാർബർ ഷോപ്പ് ഉൾപ്പെടെ എല്ലായിടത്തും ആരുണ്ട്, ഈ പറയുന്ന ബംഗാളീസും അതേപോലെ കൽക്കട്ടയിൽ നിന്ന് വരുന്ന ആൾക്കാരും ഒക്കെയാണ് ഇവിടങ്ങളിലൊക്കെ മുടിവെട്ട് കടകളിലൊക്കെ ഉള്ളത്. അവർ വരെയും എന്താണ്, സെറ്റ് സാരിയെ കൊടുത്ത് നടക്കുന്നതും അതേപോലെ മുണ്ട് ഷർട്ടൊക്കെ ഇട്ട് അവരും ഓണം ആഘോഷിച്ചിട്ടുണ്ട്. അവരവരുടെ ഫെസ്റ്റിവൽ വന്നു കഴിഞ്ഞാൽ അതും അവർ ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ എന്താ, അവരവരുടേതും കൊണ്ടാടുന്നുണ്ട്, നമ്മുടെ സംസ്കാരത്തെയും അവരെന്ത് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് അന്യ സംസ്കാരം ആർജിക്കൽ അഥവാ അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. വ്യക്തമായിട്ട് ഓരോന്നും പഠിക്കണം കേട്ടോ. ഇതൊക്കെ ചിലപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ കയറി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് പറയുന്നത് സാംസ്കാരിക സ്വാംശീകരണം. നമ്മൾ പിയാഷയുടെ തിയറിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ, അസിമിലേഷൻ എന്ന് പറയും. സ്വാംശീകരണം എന്താണ് നോക്കിക്കേ, കേരളത്തിൽ നിന്നും ഓസ്ട്രേലിയക്ക് 5 വർഷം മുമ്പ് കുടിയേറിയവരാണ് വിനുവും കുടുംബവും. അവരോടൊരു കഥ പറയുന്നുണ്ട്, അത് വെച്ചിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. അവിടെ സ്ഥിരതാമസമാക്കിയ 4 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് ഓസ്ട്രേലിയൻ പൗരത്വം ലഭിച്ചു. ആദ്യകാലങ്ങളിൽ അവിടുത്തെ കാലാവസ്ഥ, ഭക്ഷണം, സാമൂഹിക രീതി, ഭക്ഷണരീതി എന്നിവയോട് പൊരുത്തപ്പെടാൻ അവർക്ക് പ്രയാസമുണ്ടാകും. പതിയെ എന്ത് ചെയ്യും, അവർ ഈ പറയുന്ന ഒരു ഓസ്ട്രേലിയൻ കൾച്ചറായിട്ട് അവരങ്ങ് സെറ്റാകും. ഇതിനെ തന്നെയാണ് നമ്മൾ സ്വാംശീകരണം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ അവിടെ ജീവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടുത്തെ ഭാഷ പഠിക്കണം, അവിടുത്തെ ഭക്ഷണ രീതികൾ പഠിക്കണം. ഇതെല്ലാം ചെയ്യുമ്പോഴേക്കും ആദ്യത്തെ സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നീട് നമ്മുടെ ജീവിതത്തിന്റെ അതൊരു ഭാഗമായിട്ട് മാറും. ഇത്തരത്തിലൊരു ജീവിത രീതിയും സംസ്കാരവും മറ്റൊരു ജീവിത രീതിയിലേക്കും പ്രബല സംസ്കാരത്തിലേക്കും ആഗിരണം ചെയ്യപ്പെടാറുണ്ട്. ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തെ ഈ രീതിയിൽ കീഴ്പ്പെടുത്തുമ്പോഴാണ് സാംസ്കാരിക സ്വാംശീകരണം സംഭവിക്കുന്നത്. ഇതിലൂടെ ഒരു സംസ്കാരത്തിന്റെ തനത് പ്രത്യേകതകൾ ക്രമേണ നഷ്ടമാവുകയും മറ്റൊരു സംസ്കാരത്തിന്റെ രീതികൾ അതിന് പകരം വരികയും ചെയ്യുന്നു. അല്ലെ, നമ്മളിപ്പോ കളിയായിട്ടാണെങ്കിലും പറയും, അവനങ്ങ് UK പോയി കഴിഞ്ഞപ്പോഴേക്കും അവനങ്ങ് UK കാരനാണ്, ഇവിടുത്തെ കാര്യങ്ങളൊന്നും അവൻ അറിയില്ല. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ നമുക്ക് സൈക്കോളജി ഒക്കെ പഠിക്കുക, LP UP ആണെങ്കിൽ സൈക്കോളജി പഠിക്കുന്നവർക്ക് മനസ്സിലാകും എന്താണ് അസിമിലേഷൻ എന്നൊക്കെ പറയുന്നത്. അത് നമ്മുടെ ജീവിതമായിട്ട് അതങ്ങ് പതിയെ പൊരുത്തപ്പെട്ട് വരും. അല്ലെ, അതിന് നമുക്ക് അക്കോമഡേഷൻ എന്ന് പറയും. അതും വരുന്നുണ്ട് നമുക്ക് അടുത്തത്.
നമ്മൾ അതിനെ സ്വീകരിക്കും. കാരണം നമുക്കത് കിട്ടിയേ പറ്റുള്ളൂ. നമ്മുടെ ചുറ്റുപാട് നമ്മൾ അതിലെ പ്രേരിപ്പിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ എന്താണ്, നമ്മുടെ സംസ്കാരം പതിയെ പതിയെ മറന്നു പോകും. പുതിയൊരു കാര്യം നമ്മുടെ തലയിലേക്ക് അങ്ങ് കയറുകയും ചെയ്യും. വ്യത്യസ്ത സംസ്കാരങ്ങൾ സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ സംഭവിക്കുന്ന സാംസ്കാരിക മാറ്റങ്ങളാണ് അന്യ സംസ്കാരം ആർജിക്കലും സാംസ്കാരിക സ്വാംശീകരണവും. എന്നാൽ ഒരു പ്രബല സംസ്കാരവുമായി വ്യക്തികൾ എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നതിൽ ഇവ രണ്ടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതിനെയാണ് നമ്മൾ പൊരുത്തപ്പെടൽ, അക്കോമഡേഷൻ എന്ന് പറയുന്നത്. കണ്ടോ, ഋതിയുടെ കുടുംബം കേരളത്തിൽ താമസിക്കുന്നവരാണെങ്കിലും അവരുടെ സ്വന്തം സംസ്കാര രീതികൾ നിലനിർത്തിക്കൊണ്ട് കേരളത്തിലെ പ്രബല സംസ്കാരവുമായി അവർ പൊരുത്തപ്പെടുന്നു. ഓക്കെ, വ്യക്തികളോ സംഘങ്ങളോ തങ്ങളുടെ സ്വന്തം സംസ്കാരത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന പ്രബല സംസ്കാരവുമായി പൊരുത്തപ്പെടുന്നതാണ് അന്യ സംസ്കാരം ആർജിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, ആ വ്യത്യാസമാണ് പറയുന്നത്. വ്യക്തികളോ സംഘങ്ങളോ പ്രബല സംസ്കാരത്തിലേക്ക് പൂർണ്ണമായും ആഗീരണം ചെയ്യപ്പെടുമ്പോൾ അതിനെ പറയുന്ന പേരാണ് സാംസ്കാരിക സ്വാംശീകരണം എന്ന് പറയുന്നത്. ഇത്രയുള്ള വ്യത്യാസം. ആർജിക്കൽ എന്ന് പറഞ്ഞ, അന്യ സംസ്കാരം ആർജിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്കുള്ള എന്താണോ നമ്മുടെ കൾച്ചർ, നമ്മൾ അതിനെ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടുത്തെ സംസ്കാരവുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പൊരുത്തപ്പെട്ടു പോകും. മറ്റേതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് പൂർണ്ണമായും നമ്മൾ അതിലേക്ക് അങ്ങായിട്ട് മാറി വരും. നമ്മുടെ ഓൾറെഡി ഉള്ള കൾച്ചർ എന്താണ്, പതിയെ 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 അതങ്ങ് മൊത്തമായിട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ ഇല്ലാണ്ടായിട്ട് മാറും. അതിനെയാണ് സ്വാംശീകരണം എന്ന് പറയുന്നത്. മറ്റേതെന്താണ്, ആർജിക്കലാണ്. ഓക്കെ ആണല്ലോ, ആ വ്യത്യാസം മനസ്സിലാക്കണം. ഇതൊക്കെ ചിലപ്പോൾ ഇതൊക്കെ പുതിയ കണ്ടന്റ് ആണ്. ഇതൊക്കെ നിങ്ങൾ LPUPക്ക് നന്നായിട്ട് പഠിക്കണം കേട്ടോ. LPUPയുടെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ്. ചിലപ്പോൾ നമ്മുടെ LDCക്കും LGSനും എല്ലാത്തിനും ഈ പറയുന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ കയറി ചോദിക്കാൻ പറ്റുന്ന കണ്ടന്റ് ഇതൊക്കെ. അന്യ സംസ്കാരം ആർജിക്കൽ, അതേപോലെ സാംസ്കാരിക സ്വാംശീകരണം, സാംസ്കാരിക വ്യാപനം എന്നിവ സമൂഹത്തിലെ ആന്തരിക ഘടകങ്ങളുടെ സ്വാധീനത്താൽ സംഭവിക്കുന്നതാണ്. എന്നാൽ ബാഹ്യ ഘടകങ്ങളും സാംസ്കാരിക മാറ്റത്തിന് കാരണമാകാറുണ്ട്. സാംസ്കാരിക നവീകരണം, പരിസ്ഥിതി വ്യതിയാനം തുടങ്ങിയവ സാംസ്കാരിക മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ബാഹ്യ ഘടകങ്ങളാണ്. ഈ ബാഹ്യ ഘടകങ്ങൾ സാംസ്കാരിക മാറ്റത്തിന് കാരണമാകുന്ന എങ്ങനെയെന്ന് നോക്കാം. അപ്പൊ നമ്മളിവിടെ എന്താ പറഞ്ഞത്, ബാഹ്യ ഘടകങ്ങളാണുള്ളത്. എന്തൊക്കെയാണ് ബാഹ്യ ഘടകങ്ങൾ എന്ന് പറയുന്നത്? സാംസ്കാരിക നവീകരണം, അതേപോലെ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന വ്യതിയാനം, ഇതെല്ലാം നമ്മുടെ സാംസ്കാരിക മാറ്റങ്ങൾക്കുണ്ടാകുന്ന ബാഹ്യ ഘടകങ്ങളാണ്. എന്തൊക്കെയാന്ന് നോക്കാം. കണ്ട, പാചകത്തിനായി ഉപയോഗിക്കുന്ന വിവിധ തരം അടുപ്പുകളാണ് അല്ലെ. പണ്ട് കാലങ്ങളിൽ വിറകടുപ്പായിരുന്നു. പതിയെ പതിയെ അത് മണ്ണെണ്ണടുപ്പായിട്ട് മാറി. പിന്നെ എന്താണ്, ഇവിടെ ഇങ്ങനെ തിരിവെച്ച് കത്തിക്കും അല്ലെ. പിന്നെ അത് പ്രഷറായി, ഇങ്ങനെ പ്രഷർ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് കൊടുക്കും, എന്നിട്ട് കത്തിക്കണത്. പിന്നീട് അത് ഗ്യാസായി, ഇൻഡക്ഷൻ അടുപ്പായി, ഇപ്പൊ കറന്റ്ലി നമ്മൾ ഓവൻസ് വരെ ഉപയോഗിക്കാൻ തുടങ്ങി അല്ലെ. പാചകത്തിനായി ഉപയോഗിക്കുന്ന വിവിധ ഇനം അടുപ്പുകളുടെ ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ വികാസത്തോടെ അടുപ്പുകളുടെ നിർമ്മാണത്തിലും പാചകരീതിയിലും മാറ്റങ്ങൾ ഉണ്ടായി. ഇത് നമ്മുടെ ഭക്ഷണ സംസ്കാരത്തെ ഗണ്യമായി സ്വാധീനിച്ചു. സാങ്കേതിക വിദ്യയിലൂടെ വികാസങ്ങൾ സാംസ്കാരിക നവീകരണങ്ങൾക്കും കാരണമായി അല്ലെ. പണ്ട് കാലങ്ങളിൽ എന്താണ് ഈ പറയുന്ന നമ്മൾ എന്താണ് ഈ ഓവൻ ബേക്ക് ചെയ്തെടുക്കുന്ന കേക്കും കാര്യങ്ങളൊക്കെ അപൂർവമായിരുന്നു അല്ലെ. പക്ഷെ ഇപ്പൊ എന്താണ് ഈ സംഭവങ്ങൾ, ഓവനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് എല്ലാ വീടുകളിലെയും ഫുഡ് ഹാബിറ്റ് വരെ മാറാൻ തുടങ്ങി. നമ്മൾ എന്താണ് ഇപ്പൊ എയർ ഫ്രയർ ഒക്കെ ഉപയോഗിച്ച് ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളിലേക്ക് നമ്മുടെ ആ ഒരു ലൈഫ് മാറാൻ തുടങ്ങി. അപ്പൊ എന്താണ്, എന്താണോ നമ്മുടെ സാങ്കേതിക വിദ്യ ഡെവലപ്പ് ആവുന്ന അനുസരിച്ച് നമ്മുടെ സംസ്കാരത്തെ അത് എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. ഇനി പറയുന്ന പരിസ്ഥിതി വ്യതിയാനങ്ങളാണ്. ഉരുൾപൊട്ടൽ, വരൾച്ച, പ്രളയം, ഉയർന്ന സമുദ്രജലനിരപ്പ് തുടങ്ങിയവ ജനങ്ങൾക്ക് സ്വന്തം പ്രദേശത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. ഇത് അവരുടെ ദൈനംദിന ജീവിതങ്ങൾക്ക് മാറ്റം വരുത്തുന്നു. ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ പാരിസ്ഥിതിക ഘടകങ്ങളും നമ്മുടെ സാംസ്കാരിക മാറ്റത്തിന് കാരണമാവുന്നുണ്ട് അല്ലെ. ഇപ്പോൾ ഒരു സ്ഥലത്ത് മലമ്പ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരാളാണ്. അയാൾ വർഷങ്ങളായിട്ട്, അയാൾ ജനിച്ച കാലം മുതൽ അയാൾ മലമ്പ്രദേശത്താണ് ജീവിച്ചിരുന്നത്. അവിടെ എന്ത് സംഭവിച്ചു, ഇപ്പൊ ഈ പറയുന്ന ഉരുൾപൊട്ടൽ വന്നു, ചുരുൾമല ഉരുൾപൊട്ടൽ വന്നു, അയാളുടെ കൃഷിസ്ഥലങ്ങൾ മുഴുവൻ പോയി, അയാളുടെ വീട് പോയി, അയാളുടെ ബന്ധപ്പെട്ടവർ പോയി, ഉറ്റവർ പോയി, എല്ലാം പോയി. ഇനി അയാൾക്ക് അവിടെ താമസിക്കാനുള്ള സാഹചര്യമില്ല. സ്വാഭാവികമായിട്ടും അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് അവനെ പറിച്ച് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ അവനൊരു വീടും ഇതൊക്കെ കൊടുത്ത് അവനെ മാറ്റി. അവന്റെ ചുറ്റുപാട് മൊത്തത്തിൽ മാറി. സ്വാഭാവികമായിട്ടും അവന്റെ സംസ്കാര രീതി, അവന്റെ ജോലി വരെ നമുക്ക് എന്ത് ചെയ്യും, മാറ്റേണ്ടി വരും. അവനെന്താ, പണ്ട് കൃഷി മാത്രമായിരുന്നു അവന്റെ ആശ്രയം. അവൻ കുറെ തേയിലയും അതേപോലെ കാപ്പിയും കുരുമുളകും ഒക്കെ കൃഷി ചെയ്ത് ജീവിച്ചിരുന്നവൻ പെട്ടെന്ന് ഒരു നാട്ടിലേക്ക് മാറുമ്പോഴേക്കും ഇതൊന്നും കൃഷി ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണെങ്കിൽ എന്താണ്, അവന്റെ ജോലി മുതൽ എല്ലാം അവൻ മാറ്റേണ്ടി വരും. അങ്ങനെ പല പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ പാരിസ്ഥിതിക ഘടകങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ സംസ്കാരത്തെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ. അപ്പൊ സാംസ്കാരിക മാറ്റങ്ങളില് എന്താണ്, ആന്തരിക ഘടകങ്ങളുമുണ്ട്, ബാഹ്യ ഘടകങ്ങളുണ്ട് അല്ലെ. ആന്തരിക ഘടകങ്ങളാണ് എന്താ, സാംസ്കാരിക വ്യാപനം അല്ലെ,
നമ്മൾ ഇത് പറയുന്നത്. അന്യ സംസ്കാരം ആർജിക്കലും സാംസ്കാരിക സ്വാംശീകരണം, ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അന്യ സംസ്കാരം ആർജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കൾച്ചർ എന്താണോ നമ്മൾ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടുത്തെ സംസ്കാരവും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ട്. സാംസ്കാരിക സ്വാംശീകരണം എന്താണ്? നമ്മുടെ സംസ്കാരത്തെ മൊത്തത്തിൽ നമ്മൾ പരിത്യജിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടുത്തെ സംസ്കാരവുമായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സെറ്റായി വരുന്നതിന്. ബാഹ്യ ഘടകങ്ങൾ ഏതാണ്? സാംസ്കാരിക നവീകരണം, പാരിസ്ഥിതിക വ്യതിയാനങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. നല്ലൊരു ചാപ്റ്റർ ആണ് കേട്ടോ. നമുക്ക് കുറച്ചിങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു PSCയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറഞ്ഞത് ഈ പോയിന്റുകളൊക്കെ പഠിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ തെയ്യത്തിന്റെ എന്താണ് അടയാളം കൊടുക്കൽ, അത് പഠിക്കണം. തെയ്യത്തിന്റെ ആദ്യ ചടങ്ങാണെന്നുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞത് ആ ഒരു ടൈലറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ, സംസ്കാരം എന്താണെന്ന് പറയുന്നത്. ഭൗതിക സംസ്കാരമുണ്ട്, ഭൗതികേതരം, പിന്നെ സാമൂഹിക. ഈ ടൈലർ പറഞ്ഞത് സംസ്കാരം എന്തെന്ന് പറഞ്ഞത് സമൂഹത്തിലെ ഒരു അംഗമെന്ന നിലയിൽ മനുഷ്യർ ആർജിച്ച വിജ്ഞാനം, വിശ്വാസം, കല, സദാചാരങ്ങൾ, നിയമം, സമ്പ്രദായങ്ങൾ, മറ്റു കഴിവുകൾ, ശീലങ്ങൾ എന്നിവയുടെ സങ്കീർണമായ ആകെത്തുകയാണ് സംസ്കാരം എന്ന് പറയുന്നത്. അത് ആരാണ് പറഞ്ഞത്? EB ടൈലറാണ്. പിന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഏതാണ്? ഇന്ത്യയെ കണ്ടെത്തൽ ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമുക്കൊരു PSC പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് പോയിന്റ്സേ ഉള്ളൂ, പക്ഷെ അതെന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്കാണ്. അത് നമുക്ക് എടുക്കാനുണ്ട്. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് ഭൂഖണ്ഡങ്ങളിലൂടെ. ഈ ചാപ്റ്റർ കൂടി കഴിയുമ്പോഴേക്കും നമ്മുടെ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഫസ്റ്റ് പാർട്ടും കൂടി നമ്മുടെ സെറ്റ് ആകും. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്തൊരു ചാപ്റ്ററിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്